നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിലെ തങ്ങളുടെ മൂന്നാമത്തെ മത്സരത്തിന് വേണ്ടി വമ്പന്മാരായ പോർച്ചുഗൽ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ ജോർജിയയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ യൂറോ കപ്പിലെ ആദ്യ ഗോൾ ഇന്ന് പിറക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. യൂറോ കപ്പിലെ നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അത് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കും. അക്കാര്യം മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന ഡാനി മിൽസ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രൈക്കർമാർ സെൽഫിഷ് ആകുന്നത് സ്വാഭാവികമാണെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾഡൻ ബൂട്ടിന് വേണ്ടി പരമാവധി ശ്രമിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡാനി മിൽസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗോൾഡൻ ബൂട്ട് മികച്ച ഒരു നേട്ടമാണ്, പക്ഷേ യൂറോ കപ്പ് കിരീടം കൂടി ലഭിക്കുമ്പോഴാണ് അത് അർത്ഥവത്താകുന്നത്. ചില സമയങ്ങളിൽ സെൻട്രൽ ഫോർവേഡുമാർ സെൽഫിഷ് ആകാറുണ്ട്. എന്നിരുന്നാലും ഹാരി കെയ്നും എംബപ്പയും അങ്ങനെയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് കൂടുതൽ ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ടീം കിരീടം നേടിയാൽ മതിയാകും. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹം ഒരൽപ്പം സെൽഫിഷാണ്. കിരീടത്തിന് പുറമെ അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് കൂടി വേണ്ടിവരും. അതാണ് മറ്റുള്ള സ്ട്രൈക്കർമാരിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയെ വ്യത്യസ്തനാക്കുന്നത്. ഇതാണ് ഡാനി മിൽസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ഇതിന് തികച്ചും വിപരീതമായ ഒരു പ്രവൃത്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. തനിക്ക് ഗോളടിക്കാമായിരുന്നിട്ടും അദ്ദേഹം തൻ്റെ സഹതാരമായ ബ്രൂണോ ഫെർണാണ്ടസിന് അസിസ്റ്റ് നൽകുകയായിരുന്നു. ആദ്യ 2 മത്സരങ്ങളിലും വിജയിച്ച പോർച്ചുഗൽ ഇപ്പോൾ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെ കളിക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.